കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബറാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വേദ പഠന പരമ്പര അനേകരുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സകല മാനവും പുകഴ്ചയും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. തുടർന്ന് വചന പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പ്രിയ പി ടി തോമസ് സാറ് തുടർന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരായ ബഹുമാന്യ സഹോദരങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 14 അധ്യായം നമ്മൾ ചിന്തിച്ചു വരികയാണല്ലോ. സംശയവിചാരങ്ങളെ വിധിക്കരുത് എന്നുള്ള ആ ഭാഗം നമ്മൾ അതിന് താഴോട്ടുള്ള വിശദീകരണമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. സംശയവിചാരങ്ങൾ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക പദം നമ്മൾ കാണുകയുണ്ടായി. അത് ഡയലോജിസ്മോയി എന്നുള്ള പദമാണ്. ഡയലോഗ് ആവശ്യമുള്ളത് എന്നുള്ള അർത്ഥമാണ്. ആ വിധിക്കരുത് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദവും ഡയാക്രിസൈസ് എന്ന പദമാണ്. ഡയാക്രിസൈസ് എന്നുള്ള പദവും അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതിനകത്തും ഡയലോഗ് എന്നുള്ളൊരാശയമുണ്ട്. ഡയാക്രിസൈസ് അതിൻ്റെ അർത്ഥം വിധി, മീൻസ് ചർച്ച, വാദം എന്നിങ്ങനെയൊക്കെയുള്ള ആശയം ആ വാക്കിനകത്തുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ വിധിച്ച് തള്ളുകയല്ല. അതാണ് നമ്മൾ ഇപ്പോൾ അതിൻ്റെ 10ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്നത്. 10ാമത്തെ വാക്യത്തെ സഹോദരൻ വിധിക്കരുത്. വിധിക്കരുതെന്ന് പറഞ്ഞാൽ നീ അവനെ അവഗണിക്കരുത്. അവനെ തിരുത്താൻ നിനക്ക് അവസരമുള്ളപ്പോൾ നീ തിരുത്തണം. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. എന്താ കാരണം? എന്തുകൊണ്ടാണ് നീ അവനെ വിധിക്കാൻ പാടില്ലാത്തത്? നീ തന്നെ വിധിക്കപ്പെടും. നമ്മൾ തന്നെ വിധിക്കപ്പെടുവാനുള്ളവരാണ്. പിന്നെ നമ്മൾ മറ്റൊരു സഹോദരനെ സഹോദരനെ എങ്ങനെയാണ് വിധിക്കുന്നത്? അല്ല നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അത് ഓർക്കണം. വിധിക്കുവാൻ അധികാരമുള്ളവൻ ഒരുവനേ ഉള്ളൂ. വിധിക്കുവാൻ അധികാരമുള്ളവൻ ദൈവം മാത്രമാണ്. ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ എത്ര ഉന്നത സ്ഥാനീയനാണെങ്കിലും വേറൊരു മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ അവൻ കുറ്റക്കാരനാണ്. എന്നാൽ നമുക്കറിയാം, കോടതിയിലെ ജഡ്ജിമാർ കൊലക്കയറിന് വിധിക്കാറുണ്ട്. അവനെ മരണത്തിന് ഏൽപ്പിക്കാറുണ്ട്. കൊലക്കയറിന് വിധിക്കും. എന്നാൽ അതേസമയത്ത് ആ ജഡ്ജിയേക്കാൾ ചിലപ്പോൾ ധനാഢ്യനും ചിലപ്പോൾ ആ ജഡ്ജിയേക്കാൾ പ്രസിദ്ധനുമായ ഒരാളായിരിക്കാം. ആ ജഡ്ജിയേക്കാൾ അവൻ പ്രസിദ്ധനും വലിയ അണികളുള്ളവനും ഒക്കെ ആണെങ്കിലും തൻ്റെ അണികൾക്ക് നിർദ്ദേശം കൊടുത്തു, ഇന്നാരെ തട്ടിയത് എന്ന് നിർദ്ദേശം കൊടുത്താൽ തീർന്നു. കൊന്നത് വേറൊരുവനാണെങ്കിലും അതിന് കൽപ്പന കൊടുത്തവൻ, അതിന് പ്രേരണ കൊടുത്തവൻ കുറ്റക്കാരനാകും. എന്നാൽ ജഡ്ജി അത് ചെയ്താൽ ജഡ്ജി കുറ്റക്കാരനല്ല. കാര്യം ജഡ്ജി നിയമപ്രകാരം തന്നെ ചുമതല നിർവഹിക്കുകയായിരുന്നു. ഇതുപോലെയാണ് വിധിക്കാൻ അധികാരമുള്ളവൻ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം മാത്രമേ ഉള്ളൂ. നമുക്കാർക്കും വിധിക്കാൻ അധികാരമില്ല. നമ്മളെല്ലാവരും വിധിക്ക് വിധേയപ്പെട്ടവരാണ്. വിധി എന്ന് പറയുമ്പോൾ ഫെയ്റ്റ് എന്നർത്ഥമല്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ന്യായാവിസ്താര സഭയുടെ മുമ്പിൽ ഒരു ദിവസം നിൽക്കുവാൻ കടപ്പെട്ടവരാണ്. നാം വിധിക്കപ്പെടുവാനുള്ളവരാകിയാൽ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുവാൻ നമുക്ക് അധികാരമില്ല. നമുക്കതിനുള്ള ചുമതലയില്ല. നമുക്ക് അധികാരമില്ല. നമ്മൾ ജഡ്ജിമാരല്ല. നമ്മളെ അതിന് ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ നമ്മളെ തിരുത്തുവാൻ നമുക്ക് ചുമതലയുള്ളപ്പോൾ തന്നെ വിധിച്ച് തള്ളുവാൻ പാടില്ല, ധിക്കരിക്കുവാൻ പാടില്ല. എന്നിട്ട് എല്ലാവരുടെയും ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുന്ന ആ അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് 11ാമത്തെ വാക്യത്തിൽ പ്രവചനത്തിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുകയാണ്. പൗലോസ് ഉദ്ധരിച്ചിരിക്കുകയാണ്. പൗലോസ് എന്താ ഉദ്ധരിക്കുന്നത്? എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 23ാമത്തെ വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. യെശയ്യാ 45:23. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ന്യായവിസ്താര സഭയിൽ നിൽക്കേണ്ടി വരും. നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 9ാമത്തെ അധ്യായത്തിലെ ഒരു വാക്യമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എബ്രായ ലേഖനം 9ാമത്തെ അധ്യായത്തിൽ ആ ലേഖനകർത്താവ്
പ്രത്യേകം പറയുന്നതും നമ്മളെല്ലാവരും മിക്കവാറും ഉദ്ധരിക്കുന്നതുമായൊരു വാക്യമാണ്. സ്തോത്രം. ഒരിക്കൽ മരിക്കുകയും, 27-ാം വാക്യം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. മനുഷ്യനാണോ? മരണവുമുണ്ട്, ന്യായവിധിയുമുണ്ട്. ഒരിക്കൽ മരിക്കുകയും ന്യായവിധിയുമുണ്ട്. അത് മനുഷ്യർക്ക് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞത് എന്നെ വളരെ ചിന്തിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അതെ, ആദ്യത്തെ ഭാഗം നമ്മൾ എടുക്കും, ഒരിക്കൽ മരിക്കും, സമ്മതിച്ചു. ഇവൻ ദൈവവിശ്വാസി അല്ലാത്തവൻ പോലും അത് സമ്മതിക്കും, മരിക്കും. കാര്യം ഇന്ന് വരെ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചവരാരും മരിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് മരിക്കുമെന്നുള്ളത് സത്യമാണ്. ഒരിക്കൽ മരിക്കും, മരണത്തിന് വിധിക്കപ്പെട്ടവരാണ് എല്ലാവരും. പക്ഷേ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, ആ വാക്യത്തിൻ്റെ തന്നെ 2-ാം ഭാഗം നമ്മളാരും അതുപോലെ ഗൗരവമായി എടുക്കാറില്ല. പിന്നെ ന്യായവിധി, മരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ പോലും ന്യായവിധി ഉണ്ടെന്നുള്ളത് അംഗീകരിക്കുകയില്ല. പക്ഷേ അവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന ഒറ്റ വാചകമായിട്ടാണ് നിയമിച്ചിരിക്കുന്നു എന്നുള്ള ആ ക്രിയാപദത്തിൽ സമന്വയിപ്പിച്ചിരിക്കുക. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. മരിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കും, പക്ഷേ ന്യായവിധി ഉണ്ടെന്നുള്ളത് നമ്മൾ പലപ്പോഴും അംഗീകരിക്കാറില്ല. പക്ഷേ ഉണ്ട്. അതാ ഇവിടെ പൗലോസ്ലീഹ പ്രത്യേകം പറയുക. നോക്കണേ, നാം എല്ലാവരും ന്യായവിസ്താര സഭയിൽ നിൽക്കേണ്ടി വരും, ദൈവത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായം ആ ഭാഗം പരിശുദ്ധാത്മാവ് പ്രവാചകനോട് പറയുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. 45-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 21 മുതൽ അങ്ങോട്ട് വായിച്ചാൽ, പ്രിയപ്പെട്ടവരെ, 21 മുതൽ ഞാനൊന്ന് വായിച്ചോട്ടെ. നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചിരുവീൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമേ, ഇത് കേൾപ്പിക്കുകയും പണ്ഡിതനെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവനാർ? യഹോവയായ ഞാനല്ലയോ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ടോ, എത്ര ആധികാരികമായിട്ടാണ്. മരണം സാർവലൗകികമാണ്, അതുപോലെ ന്യായവിധിയും സകല മനുഷ്യവർഗത്തെയും ബാധിക്കുന്നതാണ്. ദൈവമൊന്നേ ഉള്ളൂ, രക്ഷാമാർഗം ഒന്നേ ഉള്ളൂ. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ല. എന്നിട്ട് എല്ലാ മുഴങ്കാലും എൻ്റെ മുമ്പിൽ മടങ്ങും. അവിടെ ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, സഭാ വ്യത്യാസമില്ല, പുരുഷനെന്നോ സ്ത്രീയെന്നോ രാജാവെന്നോ പ്രജയെന്നോ വ്യത്യാസമില്ല. എല്ലാ മുഴങ്കാലും എൻ്റെ മുമ്പിൽ മടങ്ങും. നോക്കണേ, സ്തോത്രം. എല്ലാ മുഴങ്കാലും ദൈവം മുമ്പിൽ മടങ്ങുവാൻ നിയമിക്കപ്പെട്ട ന്യായവിധി എല്ലാവർക്കും നിയമിക്കപ്പെട്ടിരിക്കുന്നതാണ്. നോക്കണേ, എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും. അതാണ് കർത്താവിന് പകരം പിന്നെയും പറയുന്നുണ്ട്, എല്ലാ മുഴങ്കാലും അവന് മുമ്പിൽ മടങ്ങി യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. നോക്കണേ, എല്ലാ മുഴങ്കാലും ആ തിരുമുമ്പിൽ മടങ്ങി യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞ ശേഷമേ ശിക്ഷാവിധിക്കുള്ളവരും ശിക്ഷാവിധിയിലേക്ക് പോവുകയുള്ളൂ. എല്ലാ മുഴങ്കാലും അവൻ്റെ തിരുമുമ്പിൽ മടങ്ങും. നമ്മളെല്ലാവരും ആ ന്യായവിധിക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുക. നമുക്കത് യാഥാർത്ഥ്യമാണ്. മരണം നമ്മൾ മറ്റുള്ളവരെല്ലാം മരിക്കുന്നത് കാണുന്നതുകൊണ്ട് നമ്മൾ മരിക്കുമെന്ന് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ന്യായവിധി എന്നുള്ളത് അതുപോലും നോക്കണ്ട. ഇതുവരെ ഒരു മരണം കാണാത്ത ആളാണെങ്കിൽ പോലും മനസാക്ഷി വിധിക്കുന്നുണ്ട്. മനസാക്ഷിയിൽ ന്യായവിധിയുണ്ട്, ഇതിൻ്റെ ശിക്ഷാവിധിയുണ്ട്. മനസാക്ഷിയിൽ വിധി പറയും. മനസാക്ഷി ഇതിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം ആത്മഹത്യ ചെയ്തവർ എത്രയോ പേരുണ്ട്. ന്യായവിധി, മനസാക്ഷി കുറ്റം വിധിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പ്രസിദ്ധമായ പുലിറ്റ്സർ പ്രൈസ് നേടിയ പ്രസിദ്ധമായ ഒരു ഫോട്ടോഗ്രാഫി. ആ ഫോട്ടോഗ്രാഫറുടെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അതൊരു വലിയ പ്രസിദ്ധനായ ഒരു ഫോട്ടോ ജേർണലിസ്റ്റായിരുന്നു. അദ്ദേഹം ഒരു ആഫ്രിക്കൻ രാജ്യത്ത്, സുഡാൻ എന്നാണ് എൻ്റെ ഓർമ്മ, ആ രാജ്യത്ത് അദ്ദേഹം അന്ന് ആ രാജ്യത്തു നിന്നും കുറേ പടങ്ങളൊക്കെ എടുത്ത ശേഷം മടങ്ങുകയാണ്. അന്ന് വൈകിട്ടുള്ള ഫ്ലൈറ്റിന് അദ്ദേഹം മടങ്ങുന്നതിന് അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ
അദ്ദേഹം കണ്ട ഒരു കാഴ്ച, അത് ലോകപ്രസിദ്ധമായൊരു പടമാണ്. ആ കാഴ്ച, ഒരു കഴുകൻ ഇങ്ങനെ ഇരിക്കുന്നു. പട്ടിണിക്കോലമായ ഒരു കുട്ടി മുമ്പിൽ തലയും കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഏത് നിമിഷവും മരിക്കാം, പട്ടിണി കൊണ്ട് മരിക്കാം. ഏത് നിമിഷവും പട്ടിണി കൊണ്ട് മരിക്കാവുന്ന അവസ്ഥയിൽ മരണാസന്നനായി ദയനീയനായി തലയും കുരിച്ച് ഇങ്ങനെ ആ കുട്ടി ഇരിക്കുന്നു. പുറകിൽ കഴുകൻ തക്കം പാർത്തിരിക്കുന്നു. ഈ കുട്ടിയുടെ ജീവനൊന്ന് പോയിട്ട് വേണം അവനെ ചാപ്പിടാൻ. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ആ പടമെടുത്തിട്ട് അദ്ദേഹത്തിന് ഫ്ലൈറ്റ് പിടിക്കാൻ അദ്ദേഹം പാഞ്ഞു. ആ പടം പുലിറ്റ്സർ സമ്മാനത്തിന് അദ്ദേഹത്തെ അർഹനാക്കി. ഒത്തിരി പേര് അദ്ദേഹത്തെ അനുമോദിച്ച് വിളിച്ചു, സമ്മാനാർഹനായി. പക്ഷേ അദ്ദേഹത്തെ ചില ദിവസങ്ങൾക്ക് ശേഷം അജ്ഞാതനായ ഒരുവൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, ആ കുട്ടിക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാ. എനിക്ക് അടുത്ത ഫ്ലൈറ്റ് പിടിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒട്ടും കാക്കാതെ പാഞ്ഞു. അവിടുന്ന് രംഗത്തു നിന്ന് ഞാൻ പായുകയായിരുന്നു. ആട്ടെ, അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ? ഒരു കഴുകൻ അല്ല. ഒരു കഴുകനെ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടുള്ളൂ. അല്ല, അവിടെ 2 കഴുകന്മാരുണ്ടായിരുന്നു. ഒരു കഴുകൻ്റെ കയ്യിൽ ഒരു ക്യാമറയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മൃതശരീരം ഭക്ഷണമാക്കാൻ കാത്തിരിക്കുന്ന കഴുകനിലും ക്രൂരനാണ് ക്യാമറ പഠിച്ച കഴുകനെ പോലെ ആയിരുന്നു താനെന്ന് ആ അജ്ഞാതനായ ഫോൺ കോൾ ചെയ്തയാൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ പടമെടുക്കുന്ന ആ സ്ഥലത്തു നിന്ന് ഏതാനും കിലോമീറ്ററുകൾ ദൂരത്തിൽ ഒരു അഭയാർത്ഥി കേന്ദ്രമുണ്ട്. UN നടത്തുന്ന ഒരു രക്ഷാപ്രവർത്തന കേന്ദ്രമുണ്ടായിരുന്നു. ഈ കുട്ടിയെ ആ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നെങ്കിൽ ആ കുട്ടി മരിക്കാതിരിക്കുമായിരുന്നു. അല്ല, 2 കഴുകന്മാരുണ്ടായിരുന്നു. ഒരു കഴുകൻ്റെ കയ്യിൽ ഒരു ക്യാമറയും ഉണ്ടായിരുന്നു എന്ന ഫോൺ വിളി ആ മനുഷ്യനെ അസ്വസ്ഥനാക്കി. കുറ്റബോധം, മനസാക്ഷിയുടെ ആക്ഷേപനിമിത്തം താൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ കുറ്റക്കാരനാണ്. അസ്വസ്ഥനായി. തൻ്റെ കൂട്ടുകാരൊക്കെ അവൻ്റെ അസ്വസ്ഥത കണ്ടു. പക്ഷേ അവൻ അറ്റക ചെയ്യുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല. ആ മനസാക്ഷിയുടെ ആക്ഷേപനിമിത്തം ആ സമ്മാന അർഹനായ പ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ, ആ ഫോട്ടോ ജേർണലിസ്റ്റ്, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? മനസാക്ഷിയുടെ ആക്ഷേപം. അകത്തൊരു ജഡ്ജിയുണ്ട്, മനസാക്ഷി. ആ ജഡ്ജി നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ പ്രതികരണവും വിലയിരുത്തി വിധി പറയുകയാണ്. ആ ജഡ്ജി ഓരോന്നിനും വിധി പറയുന്നു. ശരിയായി, അല്ല തെറ്റായി, തെറ്റിപ്പോയി. മനസാക്ഷിയുടെ ആക്ഷേപം, മനസാക്ഷിയുടെ കോടതി നമ്മളെ വിധിക്കുന്നത് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അറിഞ്ഞില്ലായിരുന്നു എന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, നിങ്ങൾ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. 22-ാമത്തെ വാക്യത്തിൽ യെശയ്യാ 45:22 2-ാം ഭാഗത്ത് പറഞ്ഞു. എന്നിട്ട് 23-ാമത്തെ വാക്യത്തിൽ എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. യേശുക്രിസ്തു കർത്താവെന്ന് പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. അതെ, ന്യായവിധി വരുന്നു. ഏകരക്ഷാമാർഗം, യേശുക്രിസ്തുവിനുള്ള രക്ഷാമാർഗം, അത് വിശ്വാസത്താൽ അംഗീകരിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാനും ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാകുവാനും ദൈവം നമുക്ക് വേണ്ടി ഒരവസരം ഒരുക്കിയിരിക്കും. സ്തോത്രം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ. എത്ര സൗജന്യമാണ് രക്ഷാമാർഗം. ആർക്കും സ്വീകരിക്കാൻ കഴിയുന്നതാണ് രക്ഷാമാർഗം. എന്തെങ്കിലും ഒരു കായികക്ഷമത അതിനാവശ്യമില്ല. തിരിച്ചറിയാനുള്ള കഴിവും തീരുമാനമെടുക്കാനുള്ള ശേഷിയും ഉള്ളിടത്തോളം കാലം സുബുദ്ധിയും തീരുമാനശേഷിയും ഒരുവനിലുണ്ടെങ്കിൽ അവന് ചെയ്യാൻ കഴിയുന്നതാണ്. അവനെത്ര നിസ്സഹായനായാലും, അവനെത്ര രോഗാവസ്ഥയിലായാലും, എത്ര ബലഹീനനായാലും, എത്ര ദരിദ്രനായാലും, എത്ര സമ്പന്നനായാലും അവന് ചെയ്യാൻ കഴിയുന്ന, അവന് അനുഭവിക്കാൻ കഴിയുന്ന, ആർക്കും സൗജന്യമായി അനുഭവിക്കാൻ കഴിയുന്ന ഏക രക്ഷാമാർഗം സകല മനുഷ്യവർഗത്തിനും വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സകല മനുഷ്യവർഗത്തിനും വേണ്ടി ഒരുക്കപ്പെട്ട രക്ഷാമാർഗമാണ് യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നതിനും അത് വ്യക്തമാക്കുന്നതിനും വേണ്ടിയാണ്
ലോകത്തിൻ്റെ മധ്യഭാഗത്ത് മധ്യധരണിക്കടലിൻ്റെ തീരപ്രദേശത്തൊരു കുന്നിൻ പുറത്ത് യേശുക്രിസ്തു ചരിത്രത്തിന് മധ്യേ, ദൈവത്തിനും മനുഷ്യനും മധ്യേ ഒരു മധ്യാഹ്ന വെയിലിൽ യാഗമായി തീർന്നത്. ഏക രക്ഷാമാർഗമേ ഉള്ളൂ. അത് സകല ഭൂസീമാവാസികൾക്കും നിയമിക്കപ്പെട്ടിരിക്കുന്നു, ഒരുക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഒരു നാൾ എല്ലാ മുഴങ്കാലും ആ മുമ്പിൽ മടങ്ങും. സ്തോത്രം. വിധിക്കുന്നവനും വിധിക്കപ്പെടുന്നവനും അവൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കും. അതുകൊണ്ട് വിധിക്കരുത്, പരസ്പരം കുറ്റപ്പെടുത്തരുത്. ആ വിധികർത്താവാകാൻ യോഗ്യതയുള്ളവൻ ഒരുവനേ ഉള്ളൂ. നാം വേറൊരു കുറ്റത്തിന് കുറ്റം വിധിക്കുമ്പോൾ മറ്റൊരു കുറ്റത്തിന്, അനേക കുറ്റങ്ങൾക്ക് നമ്മൾ കുറ്റക്കാരാണ്. അനേക കുറ്റങ്ങൾക്ക് കുറ്റക്കാരായ നാം ഒരു കുറ്റത്തിന് കുറ്റക്കാരനായവനെ കുറ്റം വിധിക്കുക. കുറ്റം വിധിക്കാൻ നിനക്കെന്താണ് അധികാരം? നീ തന്നെ കുറ്റം വിധിക്കപ്പെടുവാനുള്ളവനല്ലേ? ഇതാണ് പൗലോസ് ഇവിടെ ചോദിക്കുന്നത്. അവിടെ ന്യായമായി ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ ചേർക്കുമ്പോൾ എന്ന് എഴുതിയിരിക്കുന്നില്ല, ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അല്ല, കണ്ടില്ലേ, നാം എല്ലാവരും എന്ന 10-ാം വാക്യത്തിലും ഇവിടെ പിന്നെയും കണ്ടില്ലേ നമ്മിൽ ഓരോരുത്തനെന്നും പറയുന്നു. അപ്പോൾ എഴുതുന്ന പൗലോസ് ഉൾപ്പെടെയാണല്ലോ ഇവിടെ ന്യായവിസ്താരത്ത് നിൽക്കേണ്ടി വരിക. രക്ഷിക്കപ്പെട്ടവർ പിന്നെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. രക്ഷിക്കപ്പെട്ടവർ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി, ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായില്ല. അതുകൊണ്ടാണ് 8-ാം അധ്യായത്തിന് 1-ാം വാക്യം നമ്മൾ ചിന്തിച്ചപ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധിയില്ല, ന്യായവിധിയുണ്ട്. 2 തരം ജഡ്ജിമാരെക്കുറിച്ച് അന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു, മറക്കരുത്. ഈ ലോക കോടതിയിലെ ജഡ്ജിയുണ്ട്, അതുപോലെ തന്നെ ഇവിടെ മത്സരങ്ങൾക്ക് മാർക്കിടാനിരിക്കുന്ന ജഡ്ജിമാരുണ്ട്. യുവജന കലോത്സവത്തിൽ ലളിത സംഗീതത്തിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജിമാർ, അതുപോലെ പ്രസംഗ മത്സരത്തിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജിമാർ, അവർ ജഡ്ജിമാരാണ്. ആ ജഡ്ജിമാർ കുറ്റം ചെയ്താൽ, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കയില്ല, സമ്മാനം ഇല്ലെന്നേ ഉള്ളൂ. ശിക്ഷിക്കുകയില്ല, സമ്മാനമില്ല, അത്രയേ ഉള്ളൂ. എന്നാൽ ഈ ലോക കോടതിയിലെ ജഡ്ജി അങ്ങനല്ല. ആ ജഡ്ജി തെറ്റ് എന്ന് ബോധ്യപ്പെട്ടാൽ അവൻ ശിക്ഷിക്കും. യുവജന കലോത്സവത്തിൽ ലളിത സംഗീത മത്സരത്തിൽ ഒരു കുട്ടി താളവും രാഗവും എല്ലാം തെറ്റിച്ചു. ഒരു പാട്ടിൻ്റെ പ്രസിദ്ധമായ ഒരു ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ താളവും രാഗവും ലയവും എല്ലാം തെറ്റിച്ചു എന്നിരിക്കട്ടെ. തെറ്റിച്ചത് കൊണ്ട് ജഡ്ജിമാർ ആ കുട്ടിക്ക് ഫൈൻ അടിക്കുകയില്ല, ശിക്ഷ വിധിക്കുകയില്ല. ആ കുട്ടിക്ക് സമ്മാനമില്ല, അത്രയേ ഉള്ളൂ. എന്നാൽ ഇവിടുത്തെ ലോകത്തിലെ കോടതിയിൽ ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കും, ശിക്ഷിക്കപ്പെടും. ഇതുപോലെ ലോകത്തിൻ്റെ ന്യായവിധിയുണ്ട്, അത് ശിക്ഷാവിധിയാണ്. എന്നാൽ ദൈവമക്കൾക്ക് ന്യായവിധിയുണ്ട്, ശിക്ഷാവിധിയില്ല. ആ ദൈവമക്കൾ അഭിമുഖീകരിക്കേണ്ടുന്ന ന്യായവിധി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ലളിത സംഗീത മത്സരത്തിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജിയെ പോലെയാണ്. കർത്താവ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മളെ എല്ലാവരെയും നിർത്തി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു വിസ്താരമുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ പ്രത്യേകം വായിക്കുന്നുണ്ട്. എൻ്റെ ആലങ്കാരികമായ ചിത്രീകരണം 1 കൊരിന്ത്യർ 3-ാം അധ്യായം നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും നോക്കണേ, ദൈവമക്കളായ എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു ന്യായവിധിയുണ്ട്. അത് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്ത സകല പ്രവൃത്തികളും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി നമുക്ക് പ്രതിഫലങ്ങൾ തരുവാനായിട്ട് കർത്താവിരിക്കുന്ന ന്യായാസനമാണ്. അതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ബേമ എന്ന പദമാണ്. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്നുള്ളതിന് കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവിടെ ന്യായാസനം എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്നത് ബേമ എന്നാണ്. റോമൻ ചക്രവർത്തി യുദ്ധത്തിൽ വീരപരാക്രമം കാണിച്ച പടയാളികളെ ആദരിച്ച് സമ്മാനങ്ങൾ കൊടുക്കാനായി എഴുന്നള്ളിയിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട ന്യായാസനമുണ്ട്. ആ ന്യായാസനത്തിൻ്റെ പേരാണ് ബേമ. ആ വാക്കാണ് ക്രിസ്തുവിൻ്റെ ബേമ. ദൈവമക്കളെ, വിശ്വാസികളെ, വിശുദ്ധന്മാരായ ദൈവഭക്തന്മാരായ ദൈവമക്കളെ ന്യായം വിധിക്കുവാനായിട്ട് കർത്താവ് ഇരിക്കുന്ന ന്യായാസനത്തിന് കൊടുത്തിരിക്കുന്ന പേര് ബേമ എന്നാണ്. അവിടെ ശിക്ഷാവിധിയില്ല, ന്യായവിധിയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ന്യായവിധി അതാണ്. ഈ ബേമ ന്യായാസനങ്ങൾ ന്യായവിധിയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മുഴുവൻ പേരുടെയും മുഴുവൻ പ്രവൃത്തികളും അവിടെ വിലയിരുത്തി
വിധി പറയും. വിധി പറയുമ്പോൾ ആ വിധിക്കനുസരിച്ച് നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കും. 5 വിധ കിരീടങ്ങളാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 5 വിധ കിരീടങ്ങൾ നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അന്ന് വിഭജിക്കപ്പെടും. സ്തോത്രം. ഒരാളിനൊന്നല്ല, 5 കിട്ടാൻ അർഹതയുള്ളവരുണ്ടാകും. 5 വിധ കിരീടങ്ങൾ അവിടെ പ്രതിഫലമായി കർത്താവ് നൽകുന്നത് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ബേമാ ന്യായാസനത്തെക്കുറിച്ച് തന്നെ അത് മറ്റ് ന്യായാസനം പോലെയല്ല. നമ്മൾ കാണുന്നുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്, ലോകമനുഷ്യനെ വിധിക്കാനിരിക്കുന്ന ന്യായാസനത്തിൻ്റെ പേര് വെള്ള സിംഹാസനം എന്നാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുവൻ ഇരിക്കുന്നതും കണ്ടു. ഈ വെള്ള സിംഹാസനം എന്ന് പറയുമ്പോൾ ലോകത്തിലെ ന്യായാസനങ്ങളെ നേരെ ഓപ്പോസിറ്റാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ആയിത്തീർന്നു. ഇവിടെ ജഡ്ജിമാർ കറുത്ത കോട്ടിട്ട്, വക്കീലന്മാർ കറുത്ത കോട്ടിട്ട്, ഈവൻ ഗുമസ്തന്മാർ, കോടതിയിലെ ഗുമസ്തന്മാർ പോലും കറുത്ത കോട്ടിട്ട്, കറുപ്പെടുത്ത കോടതി. ഇവിടെ സ്വജനപക്ഷപാതമുണ്ട്. ഇവിടെ മുഖം നോക്കി വിധിക്കും. ഇവിടെ തെറ്റുപറ്റാം. ഇത് കറുപ്പെടുത്ത കോടതിയാണ്. അന്യായം നടക്കും ഇവിടുത്തെ കോടതിയിൽ. എന്നാൽ ദൈവത്തിൻ്റെ കോടതിയിൽ, ദൈവത്തിൻ്റെ ന്യായാസനം വെള്ള സിംഹാസനമാണ്. നീതിയിൽ വിധിക്കും. ലോകത്തെ നീതിയിൽ വിധിക്കുമ്പോൾ ബേമാ ന്യായാസനത്തിന് മുമ്പാകെ വിസ്തരിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് കൃപയോടുകൂടിയും വിധിയാണ്. അതുകൊണ്ട് ഈ ബേമാ ന്യായാസനം എന്ന ന്യായാസനം ഞാൻ പറഞ്ഞല്ലോ, റോമൻ ചക്രവർത്തി പടയാളികൾക്ക്, യുദ്ധത്തിൽ വീരസാഹസങ്ങൾ കാണിച്ച പടയാളികൾക്ക് സമ്മാനം കൊടുക്കാനിരിക്കുന്ന ആ ന്യായാസനത്തിൽ ചക്രവർത്തി തിരുമനസ് ഇരുന്നു കൊണ്ടാണ് വിശുദ്ധന്മാരുടെ ന്യായവിസ്താരം നടത്തുന്നത്. ബേമാ ന്യായാസനത്തിൻ്റെ വിശേഷത വെള്ളയും നീലയും മാർബിൾ പുറംചട്ടയിൽ ഹംസധൂളിയും മറ്റും പാടി ചെയ്തുണ്ടാക്കിയ ന്യായാസനമാണത്. വെള്ളയും നീലയും മാർബിൾ പുറംചട്ടയാണ്. ലോകത്തെ വിധിക്കാനിരിക്കുന്ന വെള്ള സിംഹാസനം. എന്നാൽ വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കാൻ കർത്താവ് ഇരിക്കുന്ന ന്യായാസനം വെള്ളയും നീലയും മാർബിൾ പുറംചട്ടയിലുണ്ടാക്കിയതാണ്. നോക്കണേ, നീല കൃപയുടെ നിറമാണ്. വെള്ള വിശുദ്ധിയുടെയും നീതിയുടെയും നിറമായിരിക്കുമ്പോൾ നീല കൃപയുടെയാണ്. നമ്മളെ നീതിയിൽ മാത്രമല്ല, നമ്മെ വിധിക്കുമ്പോൾ കൃപയോടുകൂടെയുമാണ് വിധിക്കുന്നത്. പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൃപയാൽ നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെട്ട ദൈവമക്കളെ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകാനായിട്ട് കർത്താവ് അവരെ വിധിക്കാനായി ഇരിക്കുന്ന ന്യായാസനം, ആ ബേമാ ന്യായാസനത്തിങ്കിൽ നമ്മളെ വിധിക്കുമ്പോൾ വെള്ളയും നീലയും മാർബിൾ പുറംചട്ട ഉള്ള ആ സിംഹാസനത്തിൻ്റെ സവിശേഷത പോലെ നീതിയിലും കൃപയോടുകൂടിയും അവൻ നമ്മളെ വിധിക്കും. സ്തോത്രം. ആ വിധി ഉണ്ടാകുമെന്നുള്ളത് ഓർത്തിട്ട് വേണം ഇന്ന് നമ്മൾ സഹോദരനെ വിധിക്കാൻ അല്ലെങ്കിൽ വിധിക്കാതിരിക്കുവാൻ ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചു, പ്രിയപ്പെട്ടവരെ, ഈ വിധിക്കുക എന്ന് പറയുന്നത് വാക്കുകൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല, മനസ്സുകൊണ്ട് നമുക്ക് വിധിച്ച് പുറന്തള്ളാൻ കഴിയും. മനസ്സുകൊണ്ട് വിധിച്ച് പുറത്തള്ളാം, അതും വിധിയാണ്. നമ്മളൊന്നും ചെയ്തില്ല, മിണ്ടിയില്ല, പോട്ടെ. വിധിച്ച് പുറന്തള്ളരുത്. അവൻ നമ്മുടെ കൂട്ടു സഹോദരനാണ്. അവനെ അവഗണിക്കരുത്. സ്തോത്രം. അവനെ വിധിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ വ്യക്തമായിരിക്കുന്നു. നമ്മൾ മൗനമായിരുന്നു, നമ്മളൊന്നും ചെയ്തില്ല, പക്ഷെ മനസ്സുകൊണ്ട് അവനെ വിധിച്ച് പുറന്തള്ളി. ആ കുറ്റം നമ്മുടെ ഭാഗത്തുണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ദിവസം നമ്മൾ ദൈവത്തിന് മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ദിവസം, സ്തോത്രം, ലോകത്തുള്ള സകലരും അവൻ്റെ മുമ്പിൽ നിൽക്കും. എന്നാൽ അതിനു മുമ്പ് ദൈവസഭ കർത്താവിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞ് കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ, ബേമാ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ വിസ്തരിക്കപ്പെടും. ഈ 10-ാം അധ്യായത്തിലും 12-ാമത്തെ 10-ാം വാക്യത്തിലും 12-ാമത്തെ വാക്യത്തിലും പറയുന്നത് ബേമാ ന്യായാസനത്തെക്കുറിച്ചാണ്. അതാണല്ലോ പൗലോസ് നാം എല്ലാവരും എന്ന് 10-ാം വാക്യത്തിലും നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടിവരുമെന്ന് 12-ാമത്തെ വാക്യത്തിലും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബേമാ ന്യായാസനമുണ്ട് എന്നുള്ളത് ഓർത്തിട്ട് ദൈവവചനപ്രകാരം കൂട്ടുസഹോദരനോട് സ്നേഹത്തോടും സാഹോദര്യ ഉത്തരവാദിത്വത്തിലും പെരുമാറുവാൻ നമുക്ക് ഉത്സാഹിക്കാം. കർത്താവ് നമ്മെ അതിന് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, എല്ലാ മുഴങ്കാലും തിരുമുമ്പിൽ മടങ്ങും, എല്ലാ നാവും അങ്ങയുടെ മഹത്വം ഏറ്റുപറയും. എന്നാൽ കർത്താവെ, ആ അന്ത്യന്യായ വിധിയിൽ രക്ഷിക്കപ്പെടാത്തവർ ഒരു മുഴങ്കാൽ മടക്കി അങ്ങേ ഏറ്റുപറയുമെങ്കിലും
ശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെടുമല്ലോ. കർത്താവെ, അതുകൊണ്ട് സകല ഭൂസീമാവാസികളും തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കി, തിരുമേനിയെ നോക്കി രക്ഷ പ്രാപിക്കുവാൻ തിരുമേനി കൃപ ചെയ്യണമേ. കർത്താവെ, രക്ഷിക്കപ്പെടാത്ത, കർത്താവുമായുള്ള വ്യക്തിബന്ധത്തിൽ ഉറപ്പില്ലാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ, കർത്താവെ, മതചിന്ത കൊണ്ടോ വർഗീയ ചിന്ത കൊണ്ടോ, കർത്താവെ, മറ്റെന്തെങ്കിലും ചിന്ത കൊണ്ട് അവർ തിരുമേനിയെ മാറ്റി നിർത്തിയിരിക്കുന്നെങ്കിൽ, തിരുമേനിയിലൂടെയുള്ള രക്ഷയെ അംഗീകരിക്കുവാൻ കൂട്ടാക്കാതിരിക്കുന്നെങ്കിൽ തിരുമേനിയുടെ ഹൃദയങ്ങളോട് ഇടപെടണം. കർത്താവെ, മതത്തിനു മീതെ തിരുമേനിയെ കാണാൻ അവർക്ക് കഴിയണമേ. ഏക സത്യദൈവമേ, അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഏക സത്യരക്ഷാമാർഗം സകല മനുഷ്യവർഗത്തിനും വേണ്ടിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അങ്ങ് ലോകത്തിൻ്റെ മധ്യഭാഗത്തേക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ചരിത്രത്തിനും കാലത്തിനും മധ്യേ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി, തികവുള്ള യാഗമായി പ്രായശ്ചിത്ത ബലിമരണം വരിച്ച് ഞങ്ങളുടെ പാപത്തിന് പരിഹാരമൊരുക്കി ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗത്തെ വിശ്വാസത്തിൽ അംഗീകരിക്കുവാൻ അങ്ങനെയുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും കൃപ നൽകണമേ. സാധുക്കളായത് ഞങ്ങൾക്ക് തിരുമേനിയുള്ള കൃപ തന്നല്ലോ. ഈ കൃപ മറ്റുള്ളവർക്ക് നൽകുവാൻ പ്രസാദിക്കണം. കർത്താവെ, ഈ രോഗബാധയുടെ സാഹചര്യത്തിൽ കഷ്ടമനുഭവിക്കേണ്ട സഹോദരങ്ങളെ കർത്താവെ തിരുമേനി അവരെ ആശ്വസിപ്പിക്കണം. സൗഖ്യം ആവശ്യമുള്ളവർക്ക് സൗഖ്യം നൽകണം. മനസ്സിന് ധൈര്യം ഉള്ളവർക്ക് ധൈര്യം കൊടുക്കണം. ഈ രോഗബാധയെ തിരുമേനി ശാസിക്കണം. ഞങ്ങളുടെ ദേശത്തോട് മനസ്സറിയണം. മഹത്വം എല്ലാത്തിലും അങ്ങ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയപിതാവേ, ആമേൻ. ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? പഞ്ചമുറിവുകളേറ്റവനെ, വേദന സഹിച്ചു പിടഞ്ഞവനെ, യൂതരാൽ നിന്നേറ്റവനെ, പാടുകൾ സഹിച്ചവനെ, പഞ്ചമുറിവുകളേറ്റവനെ.